നടി പ്രിയാമണി ലവ് ജിഹാദിന്റെ ഇരയാണെന്ന സംഘപരിവാർ പ്രചാരണം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഓരോ തവണയും സ്വന്തം ജീവിതവും ആചാരങ്ങളും വിശദീകരിച്ച് ആരോപണങ്ങളെല്ലാം അവർ റദ്ദ് ചെയ്യാറുമുണ്ട്. എന്നാൽ വിമർശകർക്ക് ഈ വിശദീകരണങ്ങളൊന്നും കേൾക്കേണ്ടതില്ല. അവർ വിദ്വേഷ പ്രചാരകരായതിനാൽ സത്യവും യാഥാർത്ഥ്യവും അവർക്ക് പ്രസക്തവുമല്ല. പ്രിയയ്ക്കും ഭർത്താവും സംവിധായകനുമായ മുസ്തഫ രാജിനുമെതിരെ വലിയ വിദ്വേഷ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ വിവാഹം തൊട്ട് നടക്കുന്നത്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ലെന്ന് പറയുകയാണ് നടി. ഫിലിം ഫെയർ നൽകിയ അഭിമുഖത്തിലാണ് പ്രിയാമണി മനസ്സ് തുറന്നത്. വിവാഹ നിശ്ചയം തീരുമാനിച്ച സമയത്ത് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമായി ആ സന്തോഷ നിമിഷം പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എന്താണ് കാരണമെന്നറിയില്ല. അനാവശ്യമായ വിദ്വേഷത്തിന്റെ ഒഴുക്കാണ് പിന്നീട് കണ്ടത്. ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉയർന്നു. നാളെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ IS ചേരുമെന്ന് പോലും ആളുകൾ പറഞ്ഞു, നടി വെളിപ്പെടുത്തി. ഈ മോശം പരാമർശങ്ങൾ തന്നെ മാനസികമായി തളർത്തിയെന്നും പ്രിയാമണി പറയുന്നുണ്ട്. ഞാൻ മാധ്യമങ്ങളിലും സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളായതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവയുടെ ഒന്നും ഭാഗമില്ലാത്ത ഒരാളെ നിങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത്? അയാൾ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. 2-3 ദിവസം മെസ്സേജുകളുടെ കുത്തൊഴുക്കായിരുന്നു. എന്നെ വലിയ തോതിൽ തന്നെ അത് ബാധിച്ചു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോടൊപ്പമുള്ള എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ 10-9 കമന്റും ഞങ്ങളുടെ മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ആയിരിക്കും, പ്രിയാമണി ചൂണ്ടിക്കാട്ടി. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുകയായിരുന്നു താനെന്നും അവർ പറയുന്നുണ്ട്. അത്തരം വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയോ അവർക്ക് 1 മിനിറ്റ് നേരത്തേക്കെങ്കിലും പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുകയോ വേണ്ടെന്ന് കരുതി എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെയോ ഫോണിന്റെയോ പിന്നിൽ കുത്തിയിരുന്ന് ഞങ്ങൾ എന്തെങ്കിലും മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ച് പോസ്റ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അവർ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രിയാമണി കൂട്ടിച്ചേർത്തു. മുംബൈ സ്വദേശിയാണ് പ്രിയാമണിയുടെ ഭർത്താവ് മുസ്തഫ രാജ്. സംരംഭകനും വ്യവസായിയുമായ മുസ്തഫ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അല്ലെങ്കിൽ CCLന്റെ ഇവന്റ് മാനേജർ ആയിരുന്നു. CCLനിടയിലാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയത്തിലാകുന്നതും. ഇത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ആ അനുഭവം ഒരിക്കൽ പ്രിയ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ബംഗളൂരുവിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. ബംഗാൾ കർണാടക മത്സരമായിരുന്നു അത്. CCLന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമായിരുന്നു മുസ്തഫ. അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു അത്. ക്രിക്കറ്റും സിനിമയുമാണ് ഇന്ത്യയിലെ വലിയ 2 സംഭവങ്ങൾ. രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആലോചന. അങ്ങനെയാണ് നടന്മാരെയും താരങ്ങളെയും ഒരിടത്തെത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ മുസ്തഫയെ അങ്ങോട്ട് എന്ന് പ്രപ്പോസ് ചെയ്യുകയായിരുന്നുവെന്നും പ്രിയാമണി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിവാഹം കഴിക്കാനുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. പലതവണ നേരിൽ കണ്ട ശേഷമാണ് ഇയാൾ എനിക്ക് പറ്റിയ ആളാണെന്ന് മനസ്സിൽ തോന്നുന്നത്. മാനസികമായും ശാരീരികമായും എല്ലാം എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു അദ്ദേഹം. ഞാൻ ഓക്കെ അല്ലേ എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നും മെസ്സേജ് അയച്ച് എൻ്റെ ആരോഗ്യ വിവരം തിരക്കും. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. അതെനിക്ക് വലിയ കാര്യമായിരുന്നു. ഞാൻ കഴിക്കുന്നില്ലേ, അസുഖം വല്ലതുമുണ്ടോ, സുഖം തന്നെയല്ലേ എന്തെല്ലാം നോക്കുന്ന ഒരാൾ ഉണ്ടാകുന്നത് വലിയ കാര്യം തന്നെയാണെന്നും അവർ പറഞ്ഞു. ബംഗളൂരുവിൽ കണ്ടപ്പോൾ ഹായ് ഹലോ ബന്ധമായിരുന്നെങ്കിലും ഹൈദരാബാദിൽ വെച്ചാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഹൈദരാബാദിലെ ഹോട്ടലുകളിൽ സ്ഥിരമായി കോഫി കുടിക്കാൻ പോകാറുണ്ടായിരുന്നു. വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ അച്ഛനും അമ്മയും കുടുംബവും എല്ലാം പിന്തുണച്ചു. അവർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്ത ശേഷമാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും പ്രിയാമണി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2017 ഇരുവരും ഹൈദരാബാദിൽ വെച്ച് വിവാഹിതരായത്. ഈ സമയത്തായിരുന്നു വിവാഹത്തെക്കുറിച്ച് ലവ് ജിഹാദ് ആരോപണം ശക്തമാക്കി ഒരു വിഭാഗം രംഗത്തെത്തിയത്. വിവാഹത്തിന് ശേഷം പ്രിയാമണി മതം മാറിയെന്നും ആരോപണമുണ്ടായിരുന്നു. ഭർത്താവ് മുസ്ലിം ആണെങ്കിലും താൻ ഇപ്പോഴും ഹിന്ദു തന്നെയാണെന്ന് അവർ പലതവണ വിശദീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം നോമ്പെടുക്കാറുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രിയാമണി. പൊതുവെ എനിക്ക് നോമ്പിൽ വിശ്വാസമില്ലെങ്കിലും കുറച്ചു മുൻപ് ഒരു ദിവസം ഞാൻ പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ചു. ഒരു ആശുറ ദിനത്തിലായിരുന്നു അത്. ഭർത്താവും കുടുംബവും അന്ന് നോമ്പെടുത്തിരുന്നു. പ്രവാചക പൗത്രൻ ഹുസൈൻ രക്തസാക്ഷിയായ ദിവസമായിരുന്നു അത്. ഞങ്ങൾ നോമ്പെടുക്കുകയാണെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഞാനും എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഗ്രീൻ ടീയും പഴങ്ങളും കഴിച്ചാണ് നോമ്പ് തുറന്നത്. നോമ്പെടുക്കുന്ന ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളോട് തനിക്ക് ആദരവുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രിയാമണി. അഭിനയ രംഗത്ത് തുടരുന്നതിന് ഇപ്പോഴും ഭർത്താവിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും അവർ പറയാറുണ്ട്. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത മലയാളം ക്രൈം ത്രില്ലർ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അവസാനമായി പുറത്തിറങ്ങിയ പ്രിയാമണിയുടെ ചിത്രം.